ഹായ് ഗായ്സ്, വെൽക്കം ടു താനീസ് വേൾഡ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ്. അപ്പോൾ ഇത് നമ്മൾ പഠിക്കുക, കുട്ടികളോടോ ഹസ്ബൻഡിനോടോ വീട്ടിൽ നിന്ന് സംസാരിക്കുക, എന്നാൽ മാത്രമേ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ വേർഡ് നോക്കാം. എന്തു സംഭവിച്ചു? വാട്ട് ഹാപ്പൻ. എന്തു സംഭവിച്ചു? വാട്ട് ഹാപ്പൻഡ്. എന്ത് സംഭവിച്ചു എന്നുള്ളതിന് എന്താ പറയുക? വാട്ട് ഹാപ്പൻഡ്. അപ്പോൾ നമ്മുടെ എന്തെങ്കിലും സംഭവം ഉണ്ടാകുന്ന അപ്പോൾ തന്നെ നമ്മൾ ചോദിക്കും എന്ത് സംഭവിച്ചു? വാട്ട് ഹാപ്പൻ. ഒന്നുമില്ല, നത്തിങ്. നമുക്ക് എന്താ ആൻസർ പറയാം? നത്തിങ്. ദെൻ ഞാൻ പോകട്ടെ, മേ ഐ ഗോ. ഞാൻ പോകട്ടെ, മേ ഐ ഗോ. അതായത് നമ്മളിപ്പം ക്ലാസ് കഴിഞ്ഞ് പോകുന്നു, അപ്പോൾ ഫ്രണ്ട്സ് രണ്ട് വഴിക്കാണ് പോകണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും ഞാൻ പോകട്ടെ, മേ ഐ ഗോ. യെസ് ഷുവർ, യെസ് ഷുവർ. ഞാനും നിങ്ങളുടെ കൂടെ വരട്ടെ, മേ ഐ അക്കമ്പനി വിത്ത് യു. ഞാനും നിങ്ങളുടെ കൂടെ വരട്ടെ, മേ ഐ അക്കമ്പനി യു. ഞാനും നിങ്ങളുടെ കൂടെ വരട്ടെ എന്നുള്ളതിന് എന്ത് ചോദിക്കും? മേ ഐ അക്കമ്പനി യു. അതായത് നമ്മളെവിടെയെങ്കിലും പോകാൻ കഴിയുമ്പോൾ കണ്ടിട്ടില്ലേ, ചിലപ്പോൾ അച്ഛന്മാർ പുറത്ത് പോകുന്ന സമയത്ത് കൊച്ചുങ്ങൾ ഞാനും വരട്ടെ, എപ്പോഴും കടയിലാണ് പോകുന്നതെന്ന് കണ്ടാൽ അപ്പം തന്നെ ചോദിക്കും ഞാനും വരട്ടെ. അപ്പോൾ യെസ് ഷുവർ നമുക്ക് ആൻസർ പറയാം. ഞാൻ അത് കൊണ്ടുവരട്ടെ, ഞാൻ അത് കൊണ്ടുവരട്ടെ, ഷുഡ് ഐ ബ്രിങ് ഇറ്റ്. ഞാൻ അത് കൊണ്ടുവരട്ടെ, ഷുഡ് ഐ ബ്രിങ് ഇറ്റ്. നിങ്ങൾക്ക് സൗഖ്യമാണോ? നമ്മൾ സാധാരണ എപ്പോഴും എല്ലാവരെയും കാണുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾക്ക് സുഖമാണോ? ഹൗ ആർ യു. അപ്പോൾ നമ്മൾ എന്താ ആൻസർ പറയും? ഐ എം ഫൈൻ. ആൻഡ് ആർ യു എന്ന് നമ്മൾ തിരിച്ചു ചോദിക്കും. ഹൗ ആർ യു, നിങ്ങൾക്ക് സുഖമാണോ? യെസ് ഐ എം ഫൈൻ. ആൻഡ് ആർ യു എന്ന് ചോദിക്കുമ്പോൾ അവരും എന്ത് പറയും? ഫൈൻ. നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ക്ലാസ്സിൽ എപ്പോഴും ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ നമ്മളെ സ്റ്റുഡൻസ് എന്ത് പറയും? യെസ്. ദെൻ ആരാണത്? ഹു ഈസ് ഇറ്റ്. ആരാണത്? ഹു ഈസ് ഇറ്റ്. ആരാണത് എന്നുള്ളതിന് എന്താ പറയുക? ഹു ഈസ് ഇറ്റ്. എന്താ കാര്യം. നമ്മളെന്തെങ്കിലും പറയുമ്പോൾ എന്താ കാര്യം, എന്താ കാര്യം, വാട്ട്സ് ദ മാറ്റർ. എന്താ കാര്യം, വാട്ട്സ് ദ മാറ്റർ. ദെൻ ദിനേശ് എവിടെ? വെർ ഈസ് ദിനേശ്. ദിനേശ് എവിടെ? വെർ ഈസ് ദിനേശ്. ദിനേശ് എവിടെ എന്നുള്ളതിന് നമ്മൾ എന്ത് ചോദിക്കും? വെർ ഈസ് ദിനേശ്. ദെൻ നമുക്ക് തുടങ്ങാം. ഷാൽ വി ബിഗിൻ. നമ്മൾ എന്തെങ്കിലും കളികളൊക്കെ കളിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് പറയും? നമുക്ക് തുടങ്ങാം. ഷാൽ വി ബിഗിൻ നമ്മൾ പറയും. ദെൻ താനിയ എവിടെ? വെർ ഈസ് താനിയ. താനിയ എൻ്റെ മോളാണ്. മോള് സ്കൂളിൽ പോയിട്ടല്ല, ഞാൻ അവളെ പേര് തന്നെ വെക്കുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാകും. വെർ ഈസ് താനിയ ഇൻ സ്കൂൾ. താനിയ എവിടെ? വെർ ഈസ് താനിയ. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം കൂടി നോക്കാം. എന്തു സംഭവിച്ചു? വാട്ട് ഹാപ്പൻഡ്. ഞാൻ പോകട്ടെ, മേ ഐ ഗോ. ഞാനും നിങ്ങളുടെ കൂടെ വരട്ടെ, മേ ഐ അക്കമ്പനി യു. നിങ്ങൾക്ക് സൗഖ്യമാണോ? ഹൗ ആർ യു. നിങ്ങൾക്ക് മനസ്സിലായോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്. ആരാണത്? ഹു ഈസ് ഇറ്റ്. എന്താ കാര്യം? വാട്ട്സ് ദ മാറ്റർ. ദിനേശ് എവിടെ? വെർ ഈസ് ദിനേശ്. നമുക്ക് തുടങ്ങാം. ഷാൽ വി ബിഗിൻ. താനിയ എവിടെ? വെർ ഈസ് താനിയ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമ്മളിത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? വീട്ടിൽ പ്രാക്ടീസ് ചെയ്യണം. അതായത് ഇംഗ്ലീഷ് മീഡിയത്തിൽ കുട്ടികൾ പോകുന്നുണ്ടാവുമല്ലോ, ആ കുട്ടികളുടെ പാരൻസിന് ഇത് ഒരുപാട് നല്ല രീതിയിൽ ഉപകരിക്കും. കാരണം ഇംഗ്ലീഷ് അറിയാത്ത ഒരുപാട് അമ്മമാരുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ നല്ല രീതിയിൽ അറിയില്ല. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ് കണ്ടിട്ട് എല്ലാവരും പഠിച്ചെടുക്കുക. ഈ വേർഡ്സൊക്കെ കുഞ്ഞു മക്കളെ, അതായത് പുതുതായി ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകുന്ന കുട്ടികളെ പഠിപ്പിച്ചെടുക്കുക. എന്നിട്ട് വീട്ടിൽ നിന്ന് പാരൻസും അതായത് കൊച്ചുങ്ങളുമായിട്ട് ഇതൊക്കെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ കൊച്ചുങ്ങൾക്ക് ക്ലാസ്സിലും വീട്ടിലായാലും നല്ല രീതിയിൽ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.